സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നലെ കണ്ടൊരു വീഡിയോ ആണ്. അതായത് ഒരു പൊന്നാട അണിയിക്കൽ ചടങ്ങാണ്. ആ ചടങ്ങിൽ മോഹൻലാൽ ഉണ്ട്, അതേപോലെ പൃഥ്വിരാജ് ഉണ്ട്, അതേപോലെ മുരളി ഗോപി ഉണ്ട്. അങ്ങനെ ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ പൃഥ്വിരാജിൻ്റെ ലാലേട്ടൻ്റെ ഫാൻസാണ് പോയി പൊന്നാട അണിയിക്കുന്നത്. അപ്പോൾ അടുത്തിരിക്കുന്ന മുരളി ഗോപി, സെൻട്രലിൽ മുരളി ഗോപി ഇരിക്കുന്നത്, അപ്പുറത്തേക്ക് മോഹൻലാൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ സമയത്ത് കുറച്ച് ആളുകൾ വന്നിട്ട് അതിൽ 2 പേര് പൊന്നാട അണിയിക്കുന്നുണ്ട്. അതിലൊന്ന് പൃഥ്വിരാജിനാണ് അണിയിക്കുന്നത്, 2 മോഹൻലാലിനാണ്. ഈ അടുത്തിതെല്ലാം കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് ചെറിയൊരു പുഞ്ചിരിയോടുകൂടി മാത്രം ഇരിക്കുന്നൊരു വ്യക്തിയുണ്ട്. അല്ലെങ്കിൽ ആ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ശില്പി എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ പറയാം, മുരളി ഗോപി. ആ മുരളി ഗോപിയാണ് ഈ പൊന്നാട അണിയിച്ചവർ അവിടെ അവഹേളിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെയാണ് അവഗണിച്ചത്. അർഹതപ്പെട്ടവൻ എന്നും മാറ്റി നിർത്തപ്പെടുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടേത്. അവിടെ ജനങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ പെട്ട ഒരാളായി പോയി നമ്മുടെ മുരളി ഗോപിയും. ശരിക്കും പറഞ്ഞാൽ ജനഹൃദയങ്ങളിൽ ആ പൊന്നാട അണിയിക്കേണ്ടത്, അല്ലെങ്കിൽ ആ പൊന്നാട അണിഞ്ഞത് നമ്മുടെ മുരളി ഗോപി തന്നെയാണ്. അവിടെ കിട്ടിയത് മോഹൻലാലിനും പൃഥ്വിരാജിനും ആണെങ്കിലും ആ പൊന്നാട അണിയാനുള്ള യഥാർത്ഥ അവകാശി മുരളി ഗോപി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പേന തുമ്പുകളിൽ അല്ലെങ്കിൽ പേന മഷികളിൽ വിടർന്ന ഒരു കഥയാണ് എമ്പുരാൻ അല്ലെങ്കിൽ ലൂസിഫർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് തന്നെയാണ് ഇത് അർഹതപ്പെട്ടത്. നിങ്ങൾ ഇനിയെങ്കിലും അർഹതപ്പെട്ട ആളുകൾക്ക് ഇതൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ വിഷയങ്ങൾ വന്നപ്പോൾ പേടിച്ച് ഓടിയ പൃഥ്വിരാജിനെ പോലെയോ അല്ലെങ്കിൽ ലാലേട്ടനെ പോലെയോ ഉള്ള ആളുകൾക്ക് പൊന്നാട കൊടുക്കാതെ ആ വിഷയങ്ങളിൽ ഉറച്ച നിലപാടിൽ തന്നെ നിന്ന, അല്ലെങ്കിൽ ആര് വന്നാലും മാപ്പ് പറയാൻ അല്ലെങ്കിൽ താൻ അടിയറവ് വെക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു കാണിച്ച, അല്ലെങ്കിൽ അത് തെളിയിച്ച് കാണിച്ച മുരളി ഗോപി തന്നെയാണ് എന്നും ജനഹൃദയങ്ങളിലെ ഹീറോ. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വീഡിയോ കണ്ടിട്ട് ബാക്കിയിലേക്ക് വരാം. കണ്ടില്ലേ, അവിടെ മുരളി ഗോപി എന്ന് പറയുന്ന വലിയ മനുഷ്യൻ അവഗണിക്കപ്പെട്ടു. എന്നാൽ അതിൻ്റെ ഒന്നും വിഷമം പുറമേ കാണിക്കാതെ ആ വ്യക്തി അവിടെ തന്നെ ഇരുന്നു. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അവകാശി മുരളി ഗോപി തന്നെയല്ലേ? ഈ പറയുന്ന ഫാൻസ് അസോസിയേഷനിലെ ആളുകൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായി അറിയിക്കുക കേട്ടോ.